ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാലൻസ് ഷീറ്റ് എന്നുള്ള പാർട്ടാണ്. CMA USA പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള പാർട്ടിലെ ബാലൻസ് ഷീറ്റ് എന്നുള്ള പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള പാർട്ടും ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ അടുത്ത പാർട്ടായ ബാലൻസ് ഷീറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് എന്താണ് ബാലൻസ് ഷീറ്റ് എന്നുള്ളത് നോക്കാം. ബാലൻസ് ഷീറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ള കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഇറ്റ്സ് ഓവർവ്യൂ ഓഫ് കമ്പനീസ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് ബാലൻസ് ഷീറ്റ് കാണിക്കുക. ഫോർ എക്സാമ്പിൾ, ഓൺ എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് എത്രയാണ്, ടോട്ടൽ ലാബിലിറ്റീസ് എത്രയാണ്, ടോട്ടൽ ഇക്വിറ്റി എത്രയാണെന്നുള്ളതാണ് ഒരു ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. ഓവറോൾ ഫൈനാൻഷ്യൽ ഹെൽത്ത്, ഒരു കമ്പനിയുടെ ഓവറോൾ ഫൈനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് അസസ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് ത്രൂ ആണ്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ എത്ര ഉണ്ട് കമ്പനിക്ക്, അതുപോലെ തന്നെ ലോങ് ടേം ഒബ്ലിഗേഷൻസ് എത്ര ഉണ്ട്, അതുപോലെ തന്നെ ഈ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള ഷോർട്ട് ടേം അസറ്റ്സ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ് എത്ര ഉണ്ട്, ലോങ് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ലോങ് ടേം അസറ്റ്സ് എത്ര ഉണ്ട്. ഇതുപോലത്തെ ലിക്വിഡിറ്റി പൊസിഷനും അതുപോലെ തന്നെ ലിവറേജ് പൊസിഷനും മെഷർ ചെയ്യാനുള്ള ഒരു ടൂൾ കൂടെയാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഓരോ കോമ്പോണന്റ് നോക്കാം. ആദ്യത്തെ കോമ്പോണന്റ് അസറ്റ്സ് ആണ്. അസറ്റ്സ് എന്നുള്ളൊരു ഭാഗമുണ്ട്. അതിൽ തന്നെ കറണ്ട് അസറ്റ് ഉണ്ട്, ലോങ് ടേം അസറ്റ്സ് ഉണ്ട്. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ അസറ്റ് ഒരു വർഷത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ ഉള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സുകളാണ് കറണ്ട് അസറ്റ്സ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് അക്കൗണ്ട് റിസീവബിൾ, സ്റ്റോക്ക്, ഇതെല്ലാം കറണ്ട് അസറ്റ്സ് ആണ്. ഇതെല്ലാം ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അസറ്റിൽ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് ലോങ് ടേം അസറ്റ്. ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയും. അതിന്റെ ബെനിഫിറ്റ്, ആ അസറ്റ് കൊണ്ട് കമ്പനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം അസറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കമ്പനി ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തു. ആ ലാൻഡ് നമുക്ക് ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ 10 വർഷത്തേക്ക്, 20 വർഷത്തേക്ക്, അല്ലെങ്കിൽ ലൈഫ് ടൈം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് ലോങ് ടേം അസറ്റ്സ് ആണ്. ഇപ്പൊ കമ്പനി ഒരു വെഹിക്കിൾ പർച്ചേസ് ചെയ്തു. വെഹിക്കിൾ നോർമലി ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് 10 വർഷത്തേക്ക്, 5 വർഷത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ലോങ് ടേം അസറ്റ്സ് ആണ്. അല്ലെങ്കിൽ ഒരു മെഷീൻ പർച്ചേസ് ചെയ്തു, ഒരു മെഷീനറി നമുക്ക് ഇതുപോലെ തന്നെ ലോങ് ടേമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ്സ് ആണ്. അപ്പൊ അതെല്ലാം ലോങ് ടേം അസറ്റ്സ് ആണ്. ഇത് അസറ്റ്. ഇനി ലാബിലിറ്റീസിൽ വരുന്നത് കറണ്ട് ലാബിലിറ്റീസ്, ലോങ് ടേം ലാബിലിറ്റീസ്. കറണ്ട് ലാബിലിറ്റീസ് നമ്മൾ ഒരു വർഷത്തിന്റെ ഉള്ളിൽ സെറ്റിൽ ചെയ്യേണ്ട ലാബിലിറ്റീസ് ആണ് കറണ്ട് ലാബിലിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കറണ്ട് ലാബിലിറ്റീസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ ഒരു വർഷത്തിന്റെ ഉള്ളിൽ സെറ്റിൽ ചെയ്യേണ്ടി വരും. നമ്മൾ കടമായിട്ട് സാധനം പർച്ചേസ് ചെയ്തു, അപ്പൊ അത് നമ്മൾ ക്രെഡിറ്റേഴ്സിൽ വരും. ആ ക്രെഡിറ്റേഴ്സ് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ടി വരും. അപ്പൊ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ടി വരും. ഷോർട്ട് ടേം ലോൺസ് ഒരു വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു വർഷത്തിന്റെ ഉള്ളിൽ കമ്പനി സെറ്റിൽ ചെയ്യേണ്ട ലാബിലിറ്റീസ് ആണ് കറണ്ട് ലാബിലിറ്റീസ്. അതുപോലെ തന്നെ ലോങ് ടേം ലാബിലിറ്റീസ്. ലോങ് ടേം ലാബിലിറ്റീസ് കമ്പനിക്ക് ഒരു വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ടാത്ത ലോങ് ടേം ആയിട്ടുള്ള ലോങ് ടേം ലോൺസ് ഒരു വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് മേ ബി 5 ഇയേഴ്സ് അല്ലെങ്കിൽ 10 ഇയേഴ്സ് ഒക്കെ ആയിരിക്കും അതിന്റെ സെറ്റിൽമെന്റ് പീരീഡ്. അപ്പൊ അതിനനുസരിച്ച് ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് സമയമുണ്ട് അത് സെറ്റിൽ ചെയ്യാൻ. അതുപോലെ ലാബിലിറ്റീസ് ആണ് ലോങ് ടേം ലാബിലിറ്റീസ്. അതുപോലെ തന്നെ ഒരു പാർട്ടാണ് ഇക്വിറ്റി. ഇക്വിറ്റി ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയിലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ, ഓണേഴ്സിന്റെ പാർട്ടാണ് ഇക്വിറ്റി. അതിൽ ഓണേഴ്സ് കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും, ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത പാർട്ട് ഉണ്ടാവും. അതായത് ഓണർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ഒരു ഓണർ, ഇക്വിറ്റി ഷെയർ ഹോൾഡർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ്. ഒരു കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു, ആ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ചിലപ്പോൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാതെ എന്ത് ചെയ്യും, ആ ലാഭം കമ്പനി തന്നെ റീറ്റെയിൻ ചെയ്യും. ആ റീറ്റെയിൻ ചെയ്യുന്ന ലാഭം ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന 3 ടൈപ്പ്. ഒന്ന് അസറ്റ്സ് വരും, ലാബിലിറ്റീസ് വരും, ഇക്വിറ്റീസ് വരും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ് എപ്പോഴും ടോട്ടൽ ലാബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി ഇതിന് ഈക്വൽ ആയിരിക്കും. ഇത് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അപ്പൊ ഈ ഒരു സെയിം ഫോർമുല തന്നെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലും ഫോളോ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് അസറ്റ്സ് ആയിരിക്കും, രണ്ടാമത്തെ ഭാഗത്ത് ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്. ഈ ടോട്ടൽ അസറ്റ് എപ്പോഴും ടോട്ടൽ ഇക്വിറ്റീസിനും ലാബിലിറ്റീസിനും ഈക്വൽ ആയിരിക്കും. അതാണ് ബാലൻസ് ഷീറ്റ്. ഇതിൽ അസറ്റ്സ് എന്ന് പറയുന്നത് എവറിത്തിങ് എ കമ്പനി ഓൺസ് ദാറ്റ് ഹാവ് എ വാല്യൂ. കമ്പനി ഓൺ ചെയ്യുന്ന അതിനൊരു വാല്യൂ ഉള്ള എല്ലാം അസറ്റ്സ് ആണ്. അതിൽ കറണ്ട് അസറ്റ് എക്സ്പെക്ടഡ് ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 ഇയർ. ഒരു വർഷത്തിന്റെ ഉള്ളിൽ കമ്പനി അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സുകളെല്ലാം കറണ്ട് അസറ്റ്സ് ആണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, അക്കൗണ്ട് റിസീവബിൾ, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെന്ററി, നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു. പ്രീപെയ്ഡ് എക്സ്പെൻസസ്,
നമ്മൾ എക്സ്പെൻസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു, അത് കറണ്ട് അസറ്റ്സ് ആണ്. അതുപോലെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്, കമ്പനി വേറെ എക്സസ് ഉള്ള ഫണ്ട് ഏതെങ്കിലും ഷോർട്ട് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കറണ്ട് അസറ്റ്സ് ആണ്. ഇനി നോൺ കറണ്ട് അസറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ഈസ് എക്സ്പെക്ടഡ് ടു ബി മോർ ദാൻ 1 ഇയർ. ഒരു വർഷത്തിൽ കൂടുതൽ അതിന്റെ യൂസ്ഫുൾ ലൈഫ് ഉണ്ട് ഒരു അസറ്റിന്റെ. ഫോർ എക്സാമ്പിൾ നമുക്ക് പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ലോങ് ടേം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് ആണ്. ലാൻഡ്, മെഷീനറി, അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, കമ്പനി വേറെ ഏതെങ്കിലും ബിസിനസ്സിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നോൺ കറണ്ട് അസറ്റ്സ് ആണ്. അസറ്റിൽ 2 ക്ലാസിഫിക്കേഷൻ ആണ്, കറണ്ട് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്. ഇനി വരുന്ന ഒരു പാർട്ടാണ് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനീസ് കമ്മിറ്റ്മെന്റ്, ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ ദാറ്റ് റിക്വയർഡ്. ഒരു കമ്പനി മീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യേണ്ട ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻസിന് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിനാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ലയബിലിറ്റീസിൽ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ ഒരു വർഷത്തിന്റെ ഉള്ളിൽ സെറ്റിൽ ചെയ്യേണ്ട ലയബിലിറ്റീസ് ആണ് കറണ്ട് ലയബിലിറ്റീസ്. ഫോർ എക്സാമ്പിൾ അക്കൗണ്ട് പേയബിൾ, നമ്മൾ ക്രെഡിറ്റിന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ട് പേയബിൾ ആണ്, നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ടി വരും. ഷോർട്ട് ടേം ലോൺസ്, കമ്പനി ഷോർട്ട് ടേം ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്തെങ്കിലും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേം ലോൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് ലയബിലിറ്റീസ് ആണ്, നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യും. അതുപോലെ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസ് നിന്നാണ് ലോങ് ടേം ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ആൻഡ് ലയബിലിറ്റീസ്. നമ്മൾ ലോങ് ടേം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലോങ് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി ആണ്. ഇനി നമുക്ക് ഒരു ബാലൻസ് ഷീറ്റിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ്, ഇത് അസറ്റ് സൈഡ് ആണ്. ഇതില് ക്യാഷ്, അക്കൗണ്ട് റിസീവബിൾ, ഇൻവെന്ററി, ഇത് മൂന്നും കറണ്ട് അസറ്റ്സ് ആണ്. പ്ലസ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. ഇതിൽ ടോട്ടൽ അസറ്റ്സിന്റെ വാല്യൂ വരുന്നത് 25,000 ആണ്. ഇനി നമുക്ക് ലയബിലിറ്റി സൈഡിൽ വരാം. അതിൽ അക്കൗണ്ട് പേയബിൾ കറണ്ട് ലയബിലിറ്റി ആണ്, ഷോർട്ട് ടേം ലോൺ കറണ്ട് ലയബിലിറ്റി ആണ്, ലോങ് ടേം ഡെപ്റ്റീസ് ലോങ് ടേം ലയബിലിറ്റി ആണ്, ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓണേഴ്സ് ഇക്വിറ്റി. അപ്പൊ ഇതിന്റെ ടോട്ടൽ 25 ആണ്. ഈ ടോട്ടൽ അസറ്റ് എപ്പോഴും ടോട്ടൽ ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റീസിന് ഈക്വൽ ആയിരിക്കും. അതിനൊരു റീസൺ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ കമ്പനിയിൽ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു അസറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഐദർ ഒന്നെങ്കിൽ ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ലയബിലിറ്റി ജനറേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിയിൽ ഒരു അസറ്റ് ജനറേറ്റ് ആവുള്ളൂ. അത് അതിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എലമെന്റ്സ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ എലമെന്റ്സ് എന്തൊക്കെ വരും നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തു ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, കറണ്ട് അസറ്റ്സ് ആണിത്. അക്കൗണ്ട് റിസീവബിൾ, നമ്മള് ഗുഡ്സ് നമ്മൾ ക്രെഡിറ്റിന് സെല് ചെയ്തു, ക്രെഡിറ്റിന് സെല് ചെയ്താൽ നമ്മൾക്ക് അക്കൗണ്ട് റിസീവബിൾസ് ജനറേറ്റ് ചെയ്യും, അത് കറണ്ട് അസറ്റ്സ് ആണ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് കമ്പനിയിൽ ഷോർട്ട് ടേം ഫണ്ട് എക്സസ് വന്നു, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഷോർട്ട് ടേം ആയിട്ട് ഏതെങ്കിലും ഫണ്ടിലോ ഏതെങ്കിലും പ്രൊജക്റ്റിലോ ഏതെങ്കിലും മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്, കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റി ആണ്, കറണ്ട് അസറ്റ്സ് ആണ്, കറണ്ട് അസറ്റ്സ്. ഇൻവെന്ററി, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് നമ്മൾ സ്റ്റോറിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഇൻവെന്ററി ആണ്, നമ്മളെ കറണ്ട് അസറ്റ്സ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, നമ്മൾ ഏതെങ്കിലും എക്സ്പെൻസ് മുൻകൂട്ടി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ അടുത്ത മാസത്തേക്കുള്ള പേയ്മെന്റ് ഏതെങ്കിലും ബിൽസ് നമ്മൾ ഇപ്പൊ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്, കറണ്ട് അസറ്റ്സ് ആണ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റിയിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ഏതെങ്കിലും മാർക്കറ്റിൽ സെക്യൂരിറ്റി നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അസറ്റ്സ് ആണ്. നോട്ട്സ് റിസീവബിൾ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു കസ്റ്റമർ ഇന്ന ഡേറ്റിൽ ഇത്ര എമൗണ്ട് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നോട്ട്സ് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നോട്ട്സ് റിസീവബിൾ, അത് ഒരു അസറ്റ്സ് ആണ്. അക്വേർഡ് റവന്യൂ കറണ്ട് അസറ്റ്സ് ആണ്. then വർക്ക് ഇൻ പ്രോഗ്രസ്, നമ്മുടെ കമ്പനിയിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് സ്റ്റോക്ക് ഉണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ നടന്നുകൊടുക്കുന്ന ഹാഫ് ഫിനിഷ് ആയിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇത് റോ മെറ്റീരിയൽ അല്ല, ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല, ഇതിന്റെ ഇടയിലുള്ള സ്റ്റേജ് ആണ് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്കുള്ളത് കറണ്ട് അസറ്റ്സ് ആണ്. സപ്ലൈസ്, വേറെ എന്തെങ്കിലും സപ്ലൈ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് അസറ്റ്സ് ആണ്. വാറ്റ് റിസീവബിൾ, എക്സാമ്പിൾ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ വാറ്റ് പേ ചെയ്തു, ആ വാറ്റ് നമ്മൾ ക്ലെയിം ചെയ്ത് റിസീവ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് അസറ്റ്സ് ആണ്. ഇനി ലോങ് ടേം അസറ്റ് നോക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, ഒരു കമ്പനി പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റ് ഒക്കെ പർച്ചേസ് ചെയ്താൽ അത് ലോങ് ടേം അസറ്റ്സ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെക്യൂരിറ്റീസ്, അതുപോലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് അസറ്റ്സ് ആണ്, ലോങ് ടേം അസറ്റ്സ് ആണ്. ഫിക്സ്ഡ് അസറ്റ്സ്, ലോങ് ടേം റിസീവബിൾസ്, എന്തെങ്കിലും ലോങ് ടേം ആയിട്ട് നമുക്ക് കിട്ടാനുള്ള റിസീവബിൾസ് ഉണ്ടെങ്കിൽ അത് ഫിക്സ്ഡ് അസറ്റ്സ് ആണ്. അതുപോലെ തന്നെ കമ്പനി ഗുഡ് വില്ല് എന്ന് പറയുമ്പോൾ നമുക്ക് ഗുഡ് വില്ല് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കമ്പനി അക്വയർ ചെയ്തപ്പോൾ നമ്മൾ ഗുഡ് വില്ലിന് ഒരു എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോങ് ടേം അസറ്റ്സ് ആണ്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് കമ്പനിയുടെ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ലോങ് ടേം അസറ്റ്സ് ആണ്. ഇനി ലാബിലിറ്റീസിൽ ഏതൊക്കെ വരുന്ന നോക്കാം. ലാബിലിറ്റീസ് ഒന്ന് അക്കൗണ്ട് പേയബിൾ, നമ്മളെ ഗുഡ്സ് ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്തു, അത് അക്കൗണ്ട് പേയബിൾ ആണ്, നമ്മളെ ലാബിലിറ്റി ആണ്, കറണ്ട് ലാബിലിറ്റി. ഷോർട്ട് ടേം ലോൺ, നമ്മൾ എന്തെങ്കിലും റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് ലാബിലിറ്റി ആണ്. അക്വേർഡ് ലാബിലിറ്റീസ് കറണ്ട് ലാബിലിറ്റി ആണ്.
അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്വയർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ലാബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് ലാബിലിറ്റി ആണ്. അൺഏൺഡ് റവന്യൂ, നമ്മൾ അൺഏൺഡ് ആയിട്ടുള്ള ഒരു റവന്യൂ, ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പനി നമ്മൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തിട്ടില്ല, അതിന്റെ മുന്നേ ഒരു കസ്റ്റമർ നമുക്ക് പേ ചെയ്തു, അത് അൺഏൺഡ് റവന്യൂ ആണ്. അത് നമുക്കൊരു ലാബിലിറ്റി ആണ്, കറണ്ട് ലാബിലിറ്റി ആണ്. ഇൻകം ടാക്സ് പേയബിൾ, നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യാനുണ്ട്, നമ്മൾ പ്രോഫിറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊരു ഇൻകം ടാക്സ് ഉണ്ട്, അത് പേ ചെയ്യാൻ പെൻഡിങ് ആണെങ്കിൽ അത് ലാബിലിറ്റി ആണ്. അതുപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, നമ്മൾ ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് ഫെസിലിറ്റി യൂസ് ചെയ്ത് ഫണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലാബിലിറ്റി ആണ്, അത് കറണ്ട് ലാബിലിറ്റി ആണ്, നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട ഒരു ലാബിലിറ്റി ആണ്. കസ്റ്റമർ അഡ്വാൻസ്, നമുക്ക് കസ്റ്റമർ എന്തെങ്കിലും അഡ്വാൻസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കറണ്ട് ലാബിലിറ്റി ആണ്. ഡിവിഡൻഡ് പേയബിൾ, നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, നമ്മളൊരു കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു, ഡിവിഡൻഡ് നമ്മൾ ഡിക്ലെയർ ചെയ്തു, ആ ഡിവിഡൻഡ്, അപ്പൊ അത് ഡിവിഡൻഡ് പേയബിൾ ആണ്, ആ ഡിവിഡൻഡ് പേയബിൾ നമുക്കൊരു ലാബിലിറ്റി ആണ്. അപ്പൊ ലോങ് ടേം ഡെപ്റ്റ്, കമ്പനി എന്തെങ്കിലും ലോങ് ടേം ആയിട്ട് ഡെപ്റ്റ് ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോങ് ടേം ലാബിലിറ്റി ആണ്. ബോൺസ് പേയബിൾ, അതുപോലെ തന്നെ കമ്പനി ബോണ്ട് ഉപയോഗിച്ച് ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബോൺസ് പേയബിൾ, അത് ലോങ് ടേം ലാബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റീസ്, ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി നമ്മൾ പേ ചെയ്യേണ്ട ലാബിലിറ്റി ആണ്. നമ്മൾ പേ ചെയ്യേണ്ട ലാബിലിറ്റി ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ അത് നമുക്ക് ലാബിലിറ്റി ആണ്, പേ ചെയ്യേണ്ടതാണ്. പെൻഷൻ ലാബിലിറ്റി, ഒരു കമ്പനി എംപ്ലോയീസിന്റെ പെൻഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ലാബിലിറ്റീസ് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അത് പെൻഷൻ ലാബിലിറ്റി ആണ്. കണ്ടിൻജന്റ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ലാബിലിറ്റി വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനൊരു പ്രൊവിഷൻ നമ്മൾ വെക്കുക, അതൊരു ലാബിലിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലീഗൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കോർട്ടിൽ, നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, അത് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അതിനൊരു കോർട്ടിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലാബിലിറ്റി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊരു കണ്ടിൻജന്റ് ലാബിലിറ്റി ആണ്. ഇനി നമുക്ക് ഇക്വിറ്റിയിൽ വരുന്ന ഭാഗം ഒന്ന് കോമൺ സ്റ്റോക്ക്, അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിയുടെ ഓണേഴ്സിന്റെ, ഇതാണ് റിയൽ ഓണേഴ്സ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കോമൺ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിയൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇക്വിറ്റി ആണ്, അത് കോമൺ സ്റ്റോക്ക് ആണ്. കൺവേർട്ടബിൾ ഡെപ്റ്റ്, നമ്മൾ ഡെപ്റ്റ് ഉപയോഗിച്ച് ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺവേർട്ടബിൾ ഡെപ്റ്റ് ഉപയോഗിച്ചില്ല, അത് ഒരു പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് ആ ഡെപ്റ്റ് എന്ത് ചെയ്യാം, ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രൊവിഷൻ അതിലുണ്ടാവും, അതാണ് കൺവേർട്ടബിൾ ഡെപ്റ്റ്. ഈ കൺവേർട്ടബിൾ ഡെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇക്വിറ്റി ആണ്. പ്രിഫേർഡ് സ്റ്റോക്ക്, അത് ഇക്വിറ്റി സ്റ്റോക്ക്, പ്രിഫേർഡ് സ്റ്റോക്ക്, രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റോക്ക് ആണ്, നമ്മൾ അടുത്ത ഡിസ്കഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് പ്രിഫേർഡ് സ്റ്റോക്ക് ഉപയോഗിച്ച് ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇക്വിറ്റി ആണ്, ഓണേഴ്സ് ഇക്വിറ്റി ആണ്. അതിന് അഡീഷണൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഷെയർ ഉപയോഗിച്ച് റേസ് ചെയ്തതിനെക്കാട്ടും വേറെ ഏതെങ്കിലും രീതിയിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അവര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണ്. റീറ്റെയിൻഡ് ഏർണിങ്സ്, അതായത് കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു, ആ പ്രോഫിറ്റ് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇക്വിറ്റി ആണ്, അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ബാലൻസ് ഷീറ്റ്, ഒന്ന് ഫൈനാൻഷ്യൽ ഹെൽത്ത് അസസ്മെന്റ്, കമ്പനിയുടെ ടോട്ടൽ ഇക്വിറ്റി എത്രയാണ്, ടോട്ടൽ ലാബിലിറ്റി എത്രയാണ്, ടോട്ടൽ അസറ്റ്സ് എത്രയാണ്, അസറ്റ്സ് തന്നെ കറണ്ട് അസറ്റ്സ് എത്രയാണ്, ലോങ് ടേം അസറ്റ്സ് എത്രയാണ്, ലാബിലിറ്റീസിൽ ലോങ് ടേം ലാബിലിറ്റി എത്രയാണ്, കറണ്ട് ലാബിലിറ്റി, ഇതുപോലെ തന്നെ കീ ആയിട്ടുള്ള കുറെ മെട്രിക്സ് മെഷർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലാണ്. അപ്പൊ കമ്പനിയുടെ ടോട്ടൽ ഫൈനാൻഷ്യൽ ഹെൽത്ത് മെഷർ ചെയ്യാൻ ബാലൻസ് ഷീറ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ലിക്വിഡിറ്റി പൊസിഷൻ, ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള കമ്പനിയുടെ കഴിവാണ് ലിക്വിഡിറ്റി. അതായത് ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്ര കറണ്ട് ലാബിലിറ്റീസ് ഉണ്ട്, ടോട്ടൽ കറണ്ട് അസറ്റ്സ് എത്ര ഉണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൂടെ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 100,000 ആണ് കറണ്ട് ലാബിലിറ്റീസ് ഉള്ളത്, അത് നമ്മൾ ഷോർട്ട് ടേമിൽ മീറ്റ് ചെയ്യേണ്ട ഒബ്ലിഗേഷൻ ആണത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 200,000 കറണ്ട് അസറ്റ്സ് ഉണ്ട്, അത് നമുക്ക് അതിന്റെ ഡബിൾ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നല്ല ഹൈ ലിക്വിഡിറ്റി പൊസിഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചില കേസിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ്, നമുക്ക് 200,000 കറണ്ട് ലാബിലിറ്റീസ് ഉണ്ട്, പക്ഷെ നമുക്ക് ആ കറണ്ട് ലാബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള ടോട്ടൽ കറണ്ട് അസറ്റ്സ് വരുന്ന 100,000 ഉള്ളൂ, അപ്പൊ നല്ല പൊസിഷൻ അല്ല. അപ്പൊ ഇതുപോലെ ലിക്വിഡിറ്റി പൊസിഷൻ മെഷർ ചെയ്യാൻ ബാലൻസ് ഷീറ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഡിസിഷൻ മേക്കിംഗ്, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് മെഷർ ചെയ്യാനും അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാനും ബാലൻസ് ഷീറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ക്രെഡിറ്റേഴ്സ് ഇവാലുവേഷൻ, ഇപ്പൊ ക്രെഡിറ്റേഴ്സിന് നമ്മളെ ബാലൻസ് ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനൊക്കെ ബാലൻസ് ഷീറ്റ് ഇമ്പോർട്ടന്റ് ആണ്. മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ട്, ഇപ്പൊ കമ്പനിയുടെ ടോട്ടൽ ലിക്വിഡിറ്റി പൊസിഷൻ എത്രയാണ്, കമ്പനിയുടെ ടോട്ടൽ ലിവറേജ് പൊസിഷൻ എത്രയാണ്. ലിവറേജ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ലോങ് ടേം അസറ്റ്സ് കമ്പനിയിൽ എത്ര ഉണ്ട്, ലോങ് ടേം ലാബിലിറ്റീസ് എത്ര ഉണ്ട്, ലോങ് ടേം ഇക്വിറ്റി എത്ര ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒക്കെ ഡിസൈൻ ചെയ്യാനും അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാനും ബാലൻസ് ഷീറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ബിസിനസ് വാല്യുവേഷൻ, കമ്പനിയുടെ ബിസിനസ് വാല്യൂ, അതിന്റെ അസറ്റ് വാല്യൂ എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ ബാലൻസ് ഷീറ്റ്.
പിന്നെ റെഗുലേറ്ററി കംപ്ലൈൻസ്. നമ്മളൊരു ടാക്സ് സബ്മിറ്റ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, റെഗുലേറ്ററി കംപ്ലൈൻസ് ആയിട്ട് അതോറിറ്റീസിന് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ റിസ്ക് അസസ്മെന്റ് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ ലിവറേജ് എത്രയാണ്, ലിക്വിഡിറ്റി എത്രയാണ് എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ ബാലൻസ് ഷീറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡർ ട്രാൻസ്പെറന്റ്. നമുക്കൊരു ബാലൻസ് ഷീറ്റ്, ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്താൽ തന്നെ കമ്പനിയുടെ ടോട്ടൽ അതിന്റെ പെർഫോമൻസ് എന്താണ്, ലോങ് ടേം ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് ഈ ബാലൻസ് ഷീറ്റ് എന്നുള്ള ഭാഗത്ത് ഒരു ആർട്ടിക്കിള് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വായിക്കാം. ഫ്രീ ആർട്ടിക്കിൾ ആണിത്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ ഒരു ബാലൻസ് ഷീറ്റിന്റെ എക്സാമ്പിൾ ഉണ്ട്. ബാലൻസ് ഷീറ്റ് എന്താണ്, അതിന്റെ എലമെന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ എലമെന്റ്സും, ലാബിലിറ്റീസ്, ഇക്വിറ്റീസ്, എല്ലാ എലമെന്റ്സും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് എ ബാലൻസ് ഷീറ്റ്, എന്തുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഒരു ബാലൻസ് ഷീറ്റിന്റെ ഒരു കോർ കൺസെപ്റ്റ് എന്താണെന്നുള്ളതിന്റെ ഒരു സമ്മറിയും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളെ അണ്ടർസ്റ്റാൻഡിങ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇത് നിങ്ങൾക്ക് എന്ത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക്, ഈ ആർട്ടിക്കിളിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ആക്സസ് ചെയ്തിട്ട് ഇതെല്ലാവരും ഒന്ന് റെഫർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ഒരു പാർട്ട് എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ പറ്റും ഈ ഒരു ഏരിയ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഡിസ്കഷൻ. നമ്മൾ ബാലൻസ് ഷീറ്റ് എന്താണ്, ബാലൻസ് ഷീറ്റിന്റെ എലമെന്റ് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഒരു ബാലൻസ് ഷീറ്റിന്റെ എക്സാമ്പിൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ.